നമസ്കാരം സുഹൃത്തുക്കളെ. അവൻ വരുമ്പോൾ കുറുക്കന്മാർ ഓളിയിടും. കഴുതപ്പുലികള് ഒളിച്ചോടി ബാത്റൂമിൽ പോയിരുന്നുകൊണ്ട് അവന്റെ പ്രസംഗം കേൾക്കും. അവൻ ആരാണ്? അവന്റെ പേര് നെത്യന്യാഹു. സിംഹഗർജനവുമായി അവൻ കടന്നു വന്നു UN പൊതുസഭയിലേക്ക്. 80ാമത് സഭയിൽ അവന്റെ പ്രസംഗം വൈറലായിരിക്കുകയാണ്. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നെത്യന്യാഹുവിന്റെ പ്രസംഗം. രണ്ടാമത്തേത്, മലയാളത്തിലെ മഞ്ഞ പത്രങ്ങളുടെ നിലവാരമില്ലായ്മ. അവരെങ്ങനെയാണ് ഈ വിഷയത്തെ റിപ്പോർട്ട് ചെയ്ത്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സിംഗപ്പൂർ പ്രസിഡന്റിന്റെയും അതോടൊപ്പം തന്നെ ജക്കാർത്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെയും വാക്കുകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. നെത്യന്യാഹുവിന് പ്രസംഗം കേൾക്കാതെ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി ഓടി. എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ അയ്യോ UN ഭയങ്കര വലിയൊരു സഭയാണ്, നമ്മുടെ ശശി തരൂർ അണ്ടർ സെക്രട്ടറി ജനറൽ എന്തോ വലിയ സംഘടനയാണെന്ന് ചിന്തിക്കും. UN എന്ന് പറഞ്ഞാൽ ഒരു മഹല്ല് കമ്മിറ്റിയുടെ ക്വാളിറ്റി പോലും ഇല്ല, നിലവാരം പോലും ഇല്ല. ഉണ്ടായിരുന്നു വെറും മനുഷ്യക്കിടത്തും പണം പിരിക്കലും കമ്മീഷൻ അടിച്ചു വാങ്ങുന്ന ഒരു ഒരു പ്രസ്ഥാനം, വേറൊന്നുമില്ല. അതിന്റെ അപ്പുറം വലിയ കഥയൊന്നും കൊടുക്കണ്ട. ഈ ലോകത്തില് എത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നു. താലിബാനില് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. സുഡാനിലും നൈജീരിയയിലും നമ്മുടെ സഹോദരങ്ങള് 2000-ഓളം പള്ളികളാണ് തകർത്ത് ഉടച്ചു പോയിരിക്കുന്നത് നൈജീരിയയിൽ. നിങ്ങൾക്കറിയോ? സുഡാനിൽ നമ്മുടെ സഹോദരന്മാര് ഓരോ നിമിഷവും മരണപ്പെടുകയാണ്, കുത്തേറ്റ് വീഴുകയാണ്. സിറിയയിലും ഡമാസ്കസിലും നമ്മുടെ സഹോദരിമാരും അവരെ പറ്റിയൊന്നും ഇവർക്ക് ചിന്തയില്ല. പ്രമേയം പാസ്സാക്കണം. ഇവർക്ക് പ്രമേയം പാസ്സാക്കേണ്ടത് ആരെ പറ്റിയാണ്? കേരളത്തിന് അത്ര പോലും വലിപ്പമില്ലാത്ത ഇസ്രായേലിനെ പറ്റിയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇവര് പകുതിയിലധികം പ്രമേയം ഇറക്കിയിരിക്കുന്നത്. നാണമില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് അജണ്ടയാണ് പ്രശ്നം. അപ്പൊ UN നിങ്ങൾക്ക് മനസ്സിലായി, എന്താണെന്ന് മനസ്സിലായല്ലോ. UN വന്നു. അത് കണ്ട മനോഹരമായ പ്രസംഗങ്ങൾ ഒന്നായിരുന്നു നെത്യന്യാഹുവിന്റെ. അദ്ദേഹം തുറന്ന് പൊളിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ പറ്റി. ഓസ്ട്രേലിയ, UK, ഫ്രാൻസ്, കാനഡ, അദ്ദേഹം വരി വെച്ച് അദ്ദേഹം എഴുതി കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു ബോർഡും കൊണ്ടാ വന്ന. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, ഇറാൻ, എത്ര രാജ്യങ്ങളാ കഴിഞ്ഞ 4-5 വർഷമായി ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പറയുക ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഒന്നുമല്ല. ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 47-ൽ UN ഇടപെട്ട് കൊടുത്തതാണ്. ഈ വിഭജിച്ചു പാലസ്തീനെ. 55% ഇസ്രായേലിന്, 45% ആർക്ക് കൊടുത്തു? പാലസ്തീൻ. 55 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ 55 ഒരു വലിയ 55 മരുഭൂമിയാണ്, നെഗവാണ് കൊടുത്തേ. ജെറുസലേം UN അണ്ടറിൽ ഒരു കമ്മിറ്റി. അതിനെ അംഗീകരിക്കാതെ ജൂതനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് മുതൽ ആരംഭിച്ചാണ് യുദ്ധം. 48-ൽ ആരംഭിച്ചു, 63-ൽ ആരംഭിച്ചു, 2023-ൽ ആരംഭിച്ചു, 7-ൽ ആരംഭിച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ ആ പഴയ 47-ലെ റെസൊല്യൂഷൻ അംഗീകരിക്കാമെന്ന്. ഇത് വിരോധാഭാസമാണ്. മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ് ഈ UN അദ്ദേഹത്തിന്. അത് നിങ്ങൾ കേൾക്കണം. രണ്ടാമത്, അതായത് ഈ മനോരമ എന്നൊക്കെ പറയുമ്പോൾ, മനോരമ അല്ലെങ്കിൽ ഈ ഇടത്ത് ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടം കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ചിന്തിക്കുന്നു പറയുന്നത് മനോരമയിൽ എഴുതുന്നൊക്കെ പത്രോസും ലൂക്കോസും ജോസഫും അവരൊന്നുമില്ല, അവരൊക്കെ നാട് വിട്ടുപോയി. അവരൊക്കെ UK-ലോ വല്ല ഓസ്ട്രേലിയയിലോ കൊണ്ടായിരിക്കും. പച്ച വെളിച്ചമാണ് മുഴുവൻ ഈ പറയുന്ന 2 മഞ്ഞപത്രങ്ങളിലും. കാരണം നടന്നു പോകണ്ടേ. ഈ മറുനാടൻ ഷാജനും ജയശങ്കറും ഇല്ലെങ്കിൽ ഇവരൊക്കെ അടിച്ചുവിടുന്ന കള്ളയായ പൊള്ളത്തരങ്ങൾ വിശ്വസിക്കേണ്ടി വന്നേനെ മലയാളികൾ. ശരിയല്ലേ? കഴിഞ്ഞ മനോരമ എന്ന് പറയുന്നത് ഒരു അജണ്ട സെറ്റ് ചെയ്തതിൽ വളരെ മുന്നോട്ട്. അവർ പണ്ടും അങ്ങനെ 80-കളിൽ മുതലേ ആരംഭിച്ചാണ്. അജണ്ട സെറ്റ് ചെയ്യും, മുന്നോട്ട് വെക്കും. അത് വിശ്വസിക്കാൻ ഒരു കൂട്ടം ക്രൈസ്തവരും അവരതിൽ ഒരുപാട് കാശുണ്ടാക്കി. ഇന്ന് ആ അജണ്ട മുന്നോട്ട് പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ആണ്. ഇവന്തോ മഞ്ഞരമിയും ഈ മാതൃഭൂമിയൊക്കെ വരുത്തിയാൽ പോലും പലരും തുറക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. പലരും ഈ പേപ്പർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലോർ മാറ്റിനും പിന്നെ കാറ് കഴുകാനും വേണ്ടി മാത്രമാണ് ഈ 2 പേപ്പറും. അത്ര പോലും ക്വാളിറ്റി ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 പേപ്പറുകളും വരുന്നത് യഥാർത്ഥമായ ന്യൂസുകളൊന്നുമല്ല. അവർ പറയുകയാണ് നെത്യന്യാഹുവിനെ കൂകി വിളിച്ചോടിയെന്ന്. അത് UN എന്താണ് UN? ആരാണ് UN? യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പഠിക്കുന്നതിന് പകരം തലക്കെട്ട് കൊടുത്തിരിക്കുക കൂകി വിളിച്ചോടി നെത്യന്യാഹുന്ന്. കൂകി ഓടിയവരാരാ? കഴുതപ്പുലികളും കൊരങ്ങന്മാരും ആ ഓടിപ്പോയിരിക്കുന്നേ. അവിടെ നിന്ന് കേട്ടവർ എല്ലാവരും കേട്ടു. ഗാസയിലെ ജനങ്ങൾ കേട്ടു. ഇസ്രായേൽ ഗാസയിൽ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു. ഗാസയിലെ ജനങ്ങൾ കേട്ടു നെത്യന്യാഹുവിന്റെ വാക്കുകൾ. ഈ പോയവന്മാർക്ക് ധൈര്യമില്ല. ഇനി മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സിംഗപ്പൂർ പ്രധാനമന്ത്രിയും ജക്കാർത്തയിലെ മനോഹരമായ പ്രസംഗങ്ങളിൽ ഒന്ന് നെത്യന്യാഹു, രണ്ടാമത് പറയുന്നത് ജക്കാർത്ത
ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുബേദോന്റെ പ്രസംഗം വളരെ അതിമനോഹരം, കോരിത്തരിച്ചുപോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കാണണം നമ്മൾ. അതായത് നിങ്ങൾ മിസ്സായി പോകും ഇത് കണ്ടില്ലെങ്കിൽ. നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ യൂട്യൂബിൽ വെറുതെ തപ്പുക സുബേദോയുടെ പ്രസംഗം. അദ്ദേഹം, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അത്ര ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമുള്ള വ്യക്തിയൊന്നുമല്ല, എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു, അതിമനോഹരം. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ മുസ്ലിം ദേശമാണ്, എന്നാൽ പോലും ഞങ്ങൾ മുന്നോട്ട് വരും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ. ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷന് ആദ്യം ഞങ്ങൾ വരും. എങ്ങനെ? എപ്പോൾ? ഇസ്രായേൽ എന്നുള്ള കൊച്ചു ദേശത്തിന് അവിടെ വസിക്കാനുള്ള അവകാശം കൊടുത്താൽ. ഇത് കേട്ട് നിന്ന് ഇലിബരായി. ആരാന്നറിയോ? ഈ സ്റ്റാമർ, പിന്നെ മക്രോൺ, ഒക്കെ ഇങ്ങനെ ഇലിബരായി നിന്നുപോയി. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് മുസ്ലിം ദേശത്തിന്റെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന ദേശത്തിന്റെ പ്രസിഡന്റ് നട്ടല്ലോടെ വന്ന് പറയുകയാണ്, ഞാൻ നിൽക്കുന്ന ഇസ്രായേലിന്റെ കൂടെ നിന്ന്. ഇത് കേട്ട് സ്റ്റാമറും കൂട്ടരൊക്കെ ഇങ്ങനെ നിന്നു. കാരണം വേറെ നട്ടലില്ല, പണയം വെച്ചിരിക്കുകയാണ്. അതില്ല, ആ സംഭവം എന്ന സാധനം ഇല്ല. ലെഫ്റ്റ് മീഡിയാസും ഈ സെന്റർ എന്ന് പറയുന്നവരൊക്കെ പറിച്ചു വിടുന്ന നുണകൾ ഇനിയെങ്കിലും വിശ്വസിക്കരുത്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് പറഞ്ഞു വരുന്നത്. എത്രമാത്രം വിരോധാഭാസമാണ് ഇതിന്റെ സ്ഥിരം ഡയലോഗ് തന്നെ. ഇനിയെങ്കിലും ഇതുപോലുള്ള പത്രങ്ങൾ പറയുന്ന വാർത്തകൾ നിങ്ങൾ വളച്ചൊടിച്ച് വിശ്വസിക്കരുത്. ഇപ്പൊ ഇന്ത്യ പോലും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ പ്രസംഗം പോലും അടിപൊളിയായിരുന്നു. അതോടൊപ്പം തന്നെ ഷെരീഫ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടിച്ചൊതുക്കിയ 4 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധിക്ക് കിട്ടിയത്. ആ പെൺകുട്ടി പോലും, ശീതൽ പട്ടേൽ, അതിഗംഭീരമായിട്ടാണ് വളച്ചൊടിച്ചത്. അതായത് ഇവരുടെയൊക്കെ ഈ നുണകളെ, അതിനെപ്പറ്റി ഒന്നും പറയാൻ മാതൃഭൂമിക്ക് നേരമില്ല. എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഈ ഒരു നുണ പ്രചരണങ്ങളെ അടിച്ചൊതുക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും പറയില്ല അവര്. പഹൽഗാമിനെ പറ്റി സംസാരിക്കരുത്, മിണ്ടരുത്. പക്ഷെ ഗാസയെ പറ്റി മിണ്ടാം. ഇതേപോലെ ഇരട്ടത്താപ്പുള്ള പത്രങ്ങൾ നിങ്ങൾ ത്യജിക്കണം. നിങ്ങൾ അവരൊക്കെ നിങ്ങൾ ഓഫ് ചെയ്യണം. ഇത്രത്തെ പേപ്പറുകളും ഇത്രയുള്ള മാധ്യമങ്ങളും നിങ്ങൾ കാണുന്ന നിർത്തിയാൽ മാത്രമേ ഇവർ